നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ ഇന്ന് അടിക്കുന്ന പെട്രോൾ പഴയതുപോലെ ശുദ്ധമായ പെട്രോൾ ആണോ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഇന്ധന ടാങ്കിലേക്ക് ഇനി ഒരു നിശബ്ദ വില്ലൻ കടന്നു കയറുന്നുണ്ട്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന E20 ഇന്ധന നയം ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയൊരു ആശങ്കയ്ക്ക് വഴിമാറുകയാണ്. എന്താണ് E20? 80% പെട്രോളും 20% എഥനോളും കലർത്തിയ ഇന്ധനം. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും വിദേശത്തു നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി വെട്ടിക്കുറച്ച് കോടിക്കണക്കിന് രൂപ ലാഭിക്കാനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വേഗത്തിലാക്കുന്നത്. ലക്ഷ്യം നല്ലതു തന്നെ, പക്ഷേ സാധാരണക്കാരന്റെ ജനജീവിതം ദുസ്സഹമാകും. നിലവിലുള്ള ബൈക്കുകളും കാറുകളും ഈ പുതിയ എഥനോൾ പെട്രോൾ അടിച്ച് കേടായി പോകുമോ എന്ന ചോദ്യമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. യഥാർത്ഥത്തിൽ എഥനോൾ എന്നത് കരിമ്പ് കേടായ ധാന്യങ്ങൾ, ചോളം എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ആൽക്കഹോൾ ആണിത്. നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന പെട്രോളിൽ 10% വരെ എഥനോൾ ചേർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് 20% ഉയർത്താനാണ്. ഇവിടെയാണ് വാഹന ഉടമകളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത്. കാരണം എഥനോൾ ഒരു ആൽക്കഹോൾ ആണ്. ഇത് സ്വാഭാവികമായും വെള്ളത്തെ ആകർഷിക്കാനുള്ള ശേഷിയുണ്ട്. വായുവിലുള്ള ഈർപ്പം വലിച്ചെടുത്ത് ഇന്ധന ടാങ്കിൽ വെള്ളം രൂപപ്പെടാൻ ഇത് കാരണമാകും. കൂടാതെ എഥനോൾ ഒരു മികച്ച ലായകമാണ്. പഴയ വാഹനങ്ങളിലെ റബ്ബർ ട്യൂബുകൾ, പ്ലാസ്റ്റിക് പൈപ്പുകൾ, ഫ്യൂൽ പമ്പ്, ഗാസ്കറ്റുകൾ എന്നിവയിൽ ഇത് ദ്രവിച്ചു കളയും. അലുമിനിയം ഭാഗങ്ങളിൽ തുരുമ്പെടുക്കാനും ഇത് കാരണമാകുന്നു. ഇത് ഇന്ധന വിതരണ സംവിധാനത്തെ പൂർണ്ണമായി തകരാറിലാക്കും. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ പ്രകാരം E20 ഇന്ധനമായി പ്രതിവർഷം 30,000 കോടി രൂപയുടെ വിദേശ നാണ്യം ലഭിക്കാൻ കഴിയും. എന്നാൽ ഈ പദ്ധതി സാധാരണക്കാരന് വലിയൊരു തിരിച്ചടിയാകാൻ പോകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. പ്രധാനമായും പഴയ വാഹനങ്ങളുടെ നാശം. അതായത് 2023 ഏപ്രിൽ മുൻപ് ഇറങ്ങിയ വാഹനങ്ങൾ E20 ഇന്ധനം പൂർണ്ണമായി പ്രതിരോധിക്കാൻ ശേഷിയില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന പഴയ ബൈക്കുകളും കാറുകളും ഈ ഇന്ധനം നിരന്തരം ഉപയോഗിച്ചാൽ എഞ്ചിൻ തകരാറിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, മൈലേജ് കുറയുന്നതാണ്. എഥനോളിന്റെ ഊർജ്ജക്ഷമത ശുദ്ധമായ പെട്രോളിനേക്കാൾ 30% കുറവാണ്. അതായത് പെട്രോളിൽ എഥനോൾ കൂടുന്തോറും വാഹനത്തിന്റെ മൈലേജ് 6% മുതൽ 10% വരെ കുറയും. പെട്രോൾ വില കുറയാതെ മൈലേജ് കൂടി കുറയുമ്പോൾ സാധാരണക്കാരന് ഇരട്ടി പ്രഹരമാകും. മറ്റൊന്നാണ് ഭക്ഷ്യസുരക്ഷാ ഭീഷണി. അതായത് എഥനോൾ ഉണ്ടാക്കാൻ വലിയ തോതിൽ കരിമ്പും ധാന്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. ഇത് ഭാവിയിൽ രാജ്യത്ത് ഭക്ഷ്യക്ഷാമത്തിനും പച്ചക്കറി ധാന്യ വിലക്കയറ്റത്തിനും കാരണമായേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ആർക്കാണ് ഈ ഇന്ധനം സുരക്ഷിതത്വം? 2023 ഏപ്രിൽ 1 ശേഷം പുറത്തിറങ്ങിയ പുതിയ വാഹനങ്ങൾ E20 ഇന്ധനത്തിന് അനുയോജ്യമായ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് നിർമ്മിച്ച വാഹനങ്ങളുടെ ഉടമകൾ എന്തു ചെയ്യണം എന്നതാണ്. അവർക്ക് വിപണിയിൽ മറ്റൊരു ഇന്ധനവും ലഭ്യമല്ല. ഫലത്തിൽ തങ്ങളുടെ വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും കട്ടപ്പുറത്താകാം എന്ന ഭീതിയിലാണ് ഭൂരിഭാഗം ജനങ്ങളും. പരിസ്ഥിതി സംരക്ഷണവും സ്വയം പര്യാപ്തതയും അത്യാവശ്യം തന്നെയാണ്. അതിനായി സർക്കാർ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങളെ സ്വാഗതം ചെയ്യാം. എന്നാൽ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കളെ ബലി കൊടുത്തുകൊണ്ടാകരുത് ഈ മാറ്റം. പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാനോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ഇന്ധന ഓപ്ഷൻ നൽകാനോ സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഹരിത വിപ്ലവം എന്ന പേരിൽ നടപ്പാക്കുന്ന E20 പദ്ധതി സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന, അവരുടെ വാഹനങ്ങൾ നശിപ്പിക്കുന്ന ഒരു വലിയ തിരിച്ചടിയായി മാറും എന്നതിൽ തർക്കമില്ല.